തിരുവല്ല എന്ന് പറയുന്നത് ഈ ഒരു പ്രവാസി കൂട്ടായ്മ 2024 ഇവിടെ രൂപീകരിച്ചത്. പെട്ടെന്ന് 2024 രൂപീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 പരം അംഗങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ടീമാണ്. ഇതുപോലെ ഇത് ആദ്യത്തെ ഓണമാണ് അവരുടെ. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി ത്രൂ ഔട്ട് എന്തായിരിക്കില്ലേ? സോ ഇനിയും ഇതേപോലെ മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട്. സോ ആദ്യമായിട്ട് നമുക്ക് നാഷണൽ ആന്തമാണ്. അത് ഏതൊരു പരിപാടിയാണെങ്കിലും നമ്മൾ നാഷണൽ ആന്തം ഇല്ലാണ്ട് തുടങ്ങാറില്ല. സോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ UAE നാഷണൽ ആന്തം ഫോളോഡ് ബൈ ഇന്ത്യ. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എല്ലാവർക്കും ഇരിക്കാം. വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആൻഡ് സെലക്ട് അലൂമിനിയം ഇൻസ്റ്റാളേഷൻ വർക്ക് LLC പ്രൗഡ്ലി പ്രസൻസ് തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ തിരുവല്ല തിരുവോണം 2025. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഇൻഹൗസിലെ പരിപാടി വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ തിരുവല്ല കൂട്ടായ്മ എല്ലാവർക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ആദ്യമായിട്ട് തന്നെ വെൽക്കം സ്പീച്ചിലോട്ട് പോവുകയാണ്. ഈ ഒരു ടീം അതിശക്തമായിട്ട് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. സെക്രട്ടറി ആണ് തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ നമ്മുടെ സ്വന്തം സജീവ് ജേക്കബിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടും ആത്മാഭിമാനത്തോടുമാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. തിരുവല്ല പ്രവാസികൾ ആദ്യകാലത്ത് കേരളത്തിൽ നിന്ന് കുടിയേറി ഗൾഫ് നാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കടന്നു വന്നപ്പോൾ നമുക്ക് ഏത് മുക്കിനും മൂലയിലും ചെന്നാൽ ഒരു തിരുവല്ലക്കാരനെ കാണാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ ഒരു 2500 മുകളിൽ ഫാമിലി കുറഞ്ഞത് എൻ്റെ അറിവിൽ ഈ UAE ഉണ്ടെന്ന് കരുതുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മറ്റ് ഇവിടെ എല്ലാ സംഘടനകൾക്കും എല്ലാ നാട്ടുകാർക്കും ഉള്ളതുപോലുള്ളൊരു കൂട്ടായ്മ, ഒരു അസോസിയേഷൻ എന്തുകൊണ്ട് തിരുവല്ല കൂട്ടായ്മയ്ക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്ത, അങ്ങനെ തോന്നിയ ഒരു ചിന്ത അത് ചെറിയ കൂട്ടമായി അതിനുശേഷം ഒരു 18 പേര് കൂടുന്ന ഒരു കമ്മിറ്റിയായി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൂടുവാൻ സാധിച്ചു 2024. അതിനുശേഷം അതിശക്തമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വലിയൊരു ഒഴുക്കായിരുന്നു. ഏകദേശം 400 മുകളിൽ ഫാമിലിയോളം നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇന്ന് അംഗങ്ങളായിരിക്കുന്നു. വരും കാലങ്ങളിൽ അതിനെ അതിശക്തമായി കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനവും ആ വലിയ കരുത്തും ഞങ്ങളെപ്പോഴും അതിമറന്നു പോവുകയല്ല. നിങ്ങളോടൊപ്പം അല്ലെ നമ്മളോടൊപ്പം നമ്മൾ ഒരുമിച്ച് എന്നുള്ളൊരു ചിന്തയിൽ തിരുവല്ല കൂട്ടായ്മയെ നമുക്ക് നയിക്കാം, മുമ്പോട്ട് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിലെ കർത്തവ്യം. ഈ തിരുവല്ല പ്രവാസി കൂട്ടായ്മയിൽ
സെക്രട്ടറിയായി നിലനിൽക്കുവാൻ എൻ്റെ കോർ കമ്മിറ്റിയും തിരുവല്ല പ്രവാസികളും അനുവാദം നൽകിയതോർത്ത് ഒത്തിരിയധികം സന്തോഷത്തോടാണ് ഞാൻ ഇവിടുന്ന് നിൽക്കുന്നത്. എൻ്റെ വെൽക്കം സ്പീച്ചിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രസിഡൻറ്റും ഇതിൻ്റെ നെടുംതൂണായിരിക്കുന്ന പ്രിയപ്പെട്ട രാജീവ് എബ്രഹാം കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി ഒരു മടിയും കൂടാതെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങുവാണ്. എന്തും നിങ്ങളങ്ങ് ഇറങ്ങിക്കോ എന്നുള്ളൊരു പ്രകൃതക്കാരൻ. തീർച്ചയായും തിരുവല്ലയുടെ കരുത്ത് തന്നെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജീവ് ചായൻ. ഏറ്റവും സ്നേഹത്തോട് രാജീവ് ചായനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം ഞാൻ നിങ്ങളുടെ എല്ലാം നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുകയും ചെയ്യുന്നു. അടുത്തതായി ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വേഷം കൊണ്ട് ഏകദേശം 125 പരം സിനിമ കൊണ്ട് 27 വർഷമായി മലയാള സിനിമയിലും സൗത്ത് ഇന്ത്യയിലെ പല ലാംഗ്വേജിലും നിലനിന്ന നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ലെനയിലേക്ക് ഞങ്ങൾ കടന്നെത്തിയത്. ലെനയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രത്തോളം നല്ല നല്ല വേഷങ്ങൾ എടുത്തു പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്കെല്ലാവരും കണ്ടുമറന്ന ഒരുപാട് സ്പിരിറ്റ്, അതുപോലെ സ്നേഹം, ഒത്തിരി നല്ല നല്ല ഫിലിമിലൂടെ മലയാള സിനിമ മലയാളികളെ കയ്യിലെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ലെന ഇന്ന് ചീഫ് ഗസ്റ്റായി ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് സന്തോഷം പങ്കിടുന്നു. അതോടൊപ്പം വളരെ സ്നേഹത്തോടെ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ ഈ ഓണാഘോഷത്തിലേക്ക് ഞങ്ങളുടെ എല്ലാം സ്നേഹ ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഒരു അഭിമാനം, കേരള പോലീസ് സേനയുടെ ഏറ്റവും വലിയ ഉന്നത പദവികൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മാറി വരുന്ന ഭരണത്തിനിടയിലും ഒരു പേര് മുഴങ്ങിയിരുന്നു, ടോമിൻ ജെ തച്ചങ്കരി. ഞാനിവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ചെറുപ്പകാലത്ത് 80 ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ വലിയ ഗാനങ്ങൾ കൊണ്ട് രക്ഷക, അതുപോലുള്ള വലിയ എല്ലാവർക്കും സോളോ പാടുവാൻ, അതുപോലെ ഏറ്റവും മികച്ച ഗാനങ്ങൾ എഴുതി നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുന്ന നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായി ഇന്ന് കടന്നു വന്ന കേരള പോലീസ് സേനയുടെ കരുത്തുറ്റ പദവികൾ വഹിച്ചതുമായ നമ്മുടെ മുൻ ADGP ടോമിൻ തച്ചങ്കരി സാറിനെ ഏറ്റവും സ്നേഹാദരവോട് തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ ഈ വേദിയിലേക്ക്, ഈ ഓണാഘോഷത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ തിരുവല്ല UAE വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും രാജീവ് ചാനെ പോലെ തന്നെ ഞങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ഐസക് ഇടുക്കള ചായനെ വളരെ സ്നേഹത്തോടെ ഈ ഓണാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ എന്ന വലിയ സ്വപ്നം കണ്ട ഞങ്ങൾക്ക് ഏറ്റവും വലിയ കരുത്തുറ്റ നേതൃത്വം ഇന്നിവിടെ പറഞ്ഞു സെക്രട്ടറിയാണ്. എങ്കിലും എന്നേക്കാൾ ഒരുപടി മുകളിലൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഒരു വർഷത്തെ മുഴുവൻ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറായി ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾ കമ്മിറ്റിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ചങ്ക് ബ്രോ എബ്രഹാം ജെ ജോയി. ഈ ജനറൽ കൺവീനറായി ഓണാഘോഷം അങ്ങനെ പലവിധ പ്രോഗ്രാമുകളിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തു. സെലക്ട് അലൂമിനിയം കമ്പനിയുടെ മുഖ്യ ഓണറുമായിരിക്കുന്ന പ്രിയപ്പെട്ട എബ്രഹാം കെ ജോയിയെ ഈ ഓണാഘോഷ ചടങ്ങിലേക്ക് തിരുവല്ല UAE പ്രവാസിയുടെ ഈ സ്നേഹാദരവ് ഏറ്റുകൊണ്ട് ഞങ്ങൾ ഇവിടത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രോഗ്രാമിൻ്റെ അതിശക്തമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും സ്പോൺസർ തന്നിരിക്കുന്നതായിട്ടുള്ള അനവധി വ്യക്തികളുണ്ട്. അവരെ കൂടെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നില്ല, അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ എടുത്തു നോക്കിയാൽ
ഞങ്ങളെ താണു പോകാതെ അല്ലെ താഴെ വീഴാതെ എടുത്തുയർത്തി നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം ഞങ്ങളുടെ മെയിൻ സ്പോൺസറായിരിക്കുന്ന വിജയ കൺവെൻഷൻ സെൻറ്റർ വിജയേട്ടനാണ്. ഞങ്ങളിലൊരാളായി ഞങ്ങളെ ഏത് കാര്യത്തിനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ മധ്യത്തിൽ ഞങ്ങളോട് എന്ത് കാര്യത്തിനും നിങ്ങൾ മുൻപോട്ട് പോകുവാനുള്ളൊരു ഉറപ്പ് തീർച്ചയായും ഇന്ന് ഈ പ്രോഗ്രാമിലും ഏറ്റവും വലിയ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഇതിൻ്റെ സ്പോൺസറായിരിക്കുന്ന വിജയ കൺവെൻഷൻ സെൻറ്റർ വിജയേട്ടനെ വളരെയധികം ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ മറ്റ് നിരവധി സ്പോൺസേഴ്സ് ഉണ്ട്. അവരെയൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും സ്ക്രീനിലും മറ്റുള്ള ഇടത്തായിട്ട് നിങ്ങളെ പേരെടുത്ത് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടും നിങ്ങൾ തരുന്ന കരുതലുമാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഇതുപോലുള്ള നാടിൻ്റെ വലിയൊരു ഞങ്ങൾക്ക് ഒത്തുകൂടി നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ടും നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കുള്ള കരുതൽ ഞങ്ങളെ കരുതുന്നതിനുള്ളൊരു വലിയ സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ സ്പോൺസർമാരെയും ഒറ്റ വാക്കിൽ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ ഓണാഘോഷ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഏതൊരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് കടന്നു വരുന്ന ജനങ്ങളാണ്. തീർച്ചയായും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അംഗങ്ങളായി ഒരു കാര്യത്തിലും ഒരു പിടിവാശികളോ കാര്യങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് പ്രോഗ്രാം എന്ന് തലേ ദിവസം ഇന്ന് രാവിലെ വരെ അന്വേഷിച്ച് ഞങ്ങളോടൊപ്പം കൂടെ നിന്ന തിരുവല്ലക്കാരായ നിങ്ങളെ എല്ലാവരെയും, തിരുവല്ല താലൂക്കിലെ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ചെണ്ടമേളമായി കടന്നു വന്നവർ, സ്റ്റുഡിയോ ആങ്കർ ചെയ്യുന്ന പ്രിയപ്പെട്ട ഷീന, മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മുമ്പോട്ട് നമുക്ക് അനവധി കലാപരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ആങ്കറിലേക്ക് മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു. താങ്ക് യു സജീവേട്ട. സോ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ തിരുവല്ല ഓണം 2025 എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോ നമ്മളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരു അഭിനേത്രി മാത്രമല്ല, സ്ക്രീൻ റൈറ്ററാണ്, ഓതറാണ്. സോ ഒരുപാട് സന്തോഷം. ശരിക്കും നമ്മൾ പ്രൗഡാണ് ഇനി ഒരു വേദിയിൽ ലെനയ്ക്ക് എത്താൻ സാധിച്ചാലും. ഞാനിവിടെ നിൽക്കുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ 2 വാക്ക് സംസാരിച്ച് ഈ ഒരു ഫംഗ്ഷൻ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ലെന മോഹൻകുമാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം, ചെറിയൊരു കയ്യടി പോരാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ ഉഗ്രൻ കൂട്ടായ്മയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഓണം പ്രോഗ്രാമാണ് എന്ന് വിശ്വസിക്കില്ല ഇത് കണ്ടാൽ. 10-25 വർഷം അല്ലെങ്കിൽ 50 വർഷമൊക്കെ പൂർത്തീകരിക്കുന്ന പല ക്ലബ്സിൻ്റെയും കൂട്ടായ്മകളുടെയും ഓണം പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്. അതിലേറെ ഗംഭീരമാണ് നിങ്ങളിപ്പോൾ ഈ ഫസ്റ്റ് ഓണം തന്നെ ആഘോഷിക്കുന്നത്. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ ഞാൻ ഇന്നലെ മുതൽ പരിചയപ്പെട്ടു. ശ്രീ രാജീവ്, ശ്രീ സജീവ്, ശ്രീ അബ്രഹാം, ബാക്കിയുള്ള കുറച്ച് പേരെയും മീറ്റ് ചെയ്തു. നിങ്ങളുടെയൊക്കെ എനർജി കണ്ടാൽ തന്നെ അറിയാം ഈ കൂട്ടായ്മ വളരെയധികം വളരും, ഇത് വളരെ വലിയൊരു പ്രസ്ഥാനമായി തന്നെ മാറുമെന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇന്നിവിടെ നിങ്ങളോടൊപ്പം ഓണം വീണ്ടും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ ഡിസംബർ വരെ ഓണം തന്നെ ആയിരിക്കും. അതുകൊണ്ട് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ആൻഡ് ഇതോടുകൂടെ ഞാൻ ഇന്നത്തെ തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മയുടെ ഓണം 2025 ഔദ്യോഗികമായി ഇനോഗ്രേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു കയ്യടിയും കൂടെ കൊടുക്കാം അല്ലേ? നല്ലൊരു കയ്യടി തരാം പ്ലീസ്. യെസ്, അടുത്തതായിട്ട് നമ്മൾ ലാമ്പ് ലൈറ്റിംഗ് ആണ്. വിളക്ക് കത്തിച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മെയിൻ സ്പോൺസറായ വിജയ ഇൻ്റർനാഷണൽ വിജയൻ സാറിനെ കൂടെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ. യെസ് സാർ, പ്ലീസ് കം ആൻഡ് ജോയിൻ വിത്ത് അസ്. തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ തിരുവല്ല തിരുവോണം 2025.
Vijay sir, please join. സോ ഒഫീഷ്യലി തിരുവല്ല യു എ പ്രവാസി കൂട്ടായ്മ തിരുവല്ല തിരുവോണം 2025 ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷനിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ എല്ലാവരും കൂടെ ഇനോഗ്രേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷം. സോ സ്പോൺസേഴ്സിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ താങ്ക്സ് ടു ഓൾ ദി സ്പോൺസേഴ്സ്: വിജയ കൺവെൻഷൻ സെൻറ്റർ, സെലക്ട് അലുമിനിയം ഇൻസ്റ്റാളേഷൻ LLC, തറവാട് റെസ്റ്റോറൻറ്റ്, അറേബ്യൻ കോസ്റ്റ് കോൺട്രാക്ടിംഗ് LLC, കൂൾ വുഡ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ LLC, Microfish Technology LLC, Greystone Capital, Ganam Home Appliance Factory LLC, Malabar Gold, Oyster Physiotherapy and Rehabilitation Center, JD Advertising LLC, Roy Transport Dubai, ABK Sakar Auditing Dubai, Star Seat Marine Service LLC. Thank you so much to all the sponsors. സോ അടുത്തതായിട്ട് കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നത പദവി വഹിച്ച ഫോമർ DGP ടോമിൻ ജി തച്ചങ്കേരി സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ തിരുവല്ല പ്രവാസി കൂട്ടായ്മ ഇവിടെയുള്ള പ്രവാസികളോട് സംസാരിക്കാനും. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us, സർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ലെന, വിജയൻ, സജീവൻ, ഇതിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയ തിരുവല്ല പ്രവാസി സുഹൃത്തുക്കളെ, ഈ ചടങ്ങിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ എത്താനായത്. എൻ്റെ നാട് ചങ്ങനാശ്ശേരിയാണ്, നിങ്ങൾക്കറിയാം. ചങ്ങനാശ്ശേരിയിൽ തൊട്ടടുത്തുള്ള തിരുവല്ലയ്ക്ക് ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ? തിരുവല്ലയ്ക്ക് ഈ പേര് വന്നത് വല്ല എന്ന പേര് മണിമലയാറിൻ്റെ പഴയ പേരാണ്. ഈ മണിമലയാർ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന മൗത്താണ് തിരുവല്ല. അതിനുശേഷം ഈ തിരുവല്ല എന്നുള്ള പേര് മണിമലയാറിൻ്റെ മൗത്ത് എന്നുള്ളൊരു വല്ല മാറി പിന്നെ മണിമലയാറായി മാറി. അതിനുശേഷം ഈ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം അമ്പലത്തിന് ചുറ്റും പുഴ ഒഴുകി അമ്പലപ്പുഴയായി. അത് പുറകോട്ട് പോയപ്പോൾ പത്തിനത്തിലുള്ള പട്ടുകൾ തിട്ടയായി അടുക്കിയിട്ട സ്ഥലമായ പത്തനംതിട്ടയായി. കൈകൊണ്ട് പട്ടുകൾ ഉണ്ടാക്കുന്ന കൈപ്പട്ടൂറുണ്ടായപ്പോൾ കൈപ്പട്ടൂരായി. അതുപോലെ തന്നെ അമ്പലത്തിന് ചുറ്റും പുഴ അമ്പലപ്പുഴയായി എന്ന് പറഞ്ഞ പോലെ അലകൾക്കും പുഴകൾക്കും ഇടയ്ക്കുള്ള സ്ഥലമായി ആലപ്പുഴയായി. അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും ഒരു തുടക്കത്തിനൊരു കാരണമുണ്ട്. കൂടാതെ മറ്റൊരു ചരിത്രം പറഞ്ഞ് ശ്രീവല്ലഭ ടെമ്പിളുണ്ട് അവിടെ. ആ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടും ഈ വല്ല എന്നുള്ള പേര് വന്ന് തിരു മീൻസ് ഗ്ലോറിയസ്, തിരു മീൻസ് വർഷിപ്പുൾ. അപ്പോൾ ആ തിരുവല്ലയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ള വിദേശ രാജ്യമാണ് UAE. ആ UAEയിൽ ഒരു അസോസിയേഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ കഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും വന്നു. അപ്പോഴിവിടെ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എന്താണ് ഇവിടെ ഓണ സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്ന ജെനി പറഞ്ഞു, നമ്മുടെ ഉദ്ഘാടക നല്ല പ്രാസംഗികയാണ്, അടിച്ചു വിട്ടോളൂ, അതുകൊണ്ട് സാറധികം പ്രസംഗിക്കേണ്ട, ഒരു പാട്ട് പാടിയാൽ മതി. അപ്പോൾ പാട്ട് പാടാനാണ് ഞാൻ വന്നത്. ഞാൻ ചെറുപ്പകാലത്ത് ഒരു പള്ളിയുടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ജനിച്ചത്. ഇടുക്കി ജില്ലയിലെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു സ്ഥലത്തെ ഒരു പള്ളിയുടെ അടുത്താണ് ജനിച്ചത്. അപ്പോൾ പള്ളിയിലെ ഈ ശുശ്രൂഷ സംഘത്തിലെ ഈ ആട്ടുകാരനായിരുന്നു ഞാൻ. ഇങ്ങനെ പിള്ളേരെ കണ്ടിട്ടില്ല, ഒരു ഉടുപ്പൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ച ആ പള്ളിയിലെ വികാരിയച്ഛൻ്റെ കൂടെ ഒരു കൊച്ചച്ഛൻ ജോയിൻ ചെയ്തു. വികാരിയച്ഛൻ പറഞ്ഞു, ഇത്തരത്തെ ദുഃഖ പീഡാനുഭവ കഥ പ്രസംഗം അച്ഛൻ പറഞ്ഞു. അച്ഛനാകെ കൊച്ചച്ഛനങ്ങ് ഭയങ്കര അസിസ്റ്റൻ്റ് അച്ഛന് ഭയങ്കര വേവലാതിയായി, ഇങ്ങനെ പ്രസംഗിക്കാണ്ട് വരുമല്ലോ. അച്ഛൻ പറഞ്ഞു, എനിക്കിച്ചിരി വിഷമമാണ് അപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, എനിക്കും ആദ്യം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വിഷമമായിരുന്നു, ഞാനൊരു ഗ്ലാസ് വൈനങ്ങ് അടിച്ചു, അപ്പം വളരെ ഭംഗിയായി ഞാനങ്ങ് പ്രസംഗിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷകരായിട്ട് പുറകിരിക്കുന്ന ഞാനിത് കേട്ടപ്പം കൊച്ചച്ചോട് പറഞ്ഞു, അച്ഛോ വാ നമുക്കൊരു വൈന് അച്ഛൻ തരാം, അപ്പം അച്ഛന് പ്രസംഗം വന്നോളും. അങ്ങനെ കൊച്ചച്ഛനെ വിളിച്ചുകൊണ്ട് സംക്രാന്തിയിൽ പോയി. ഞങ്ങൾ പിള്ളേർ 2 പേരാണ്, ഒരു ഗ്ലാസ് വൈൻ കൊടുത്തു. കൊച്ചച്ഛനും അത് അടിച്ചിട്ട് പറഞ്ഞു, ഒന്നും ആകുന്നില്ലല്ലോ, അതേ ചെറിയതാണ്, അതുകൊണ്ട് 2 അടിക്കാൻ പറഞ്ഞു. 2 കൂടെ അടിച്ച് കൊച്ചച്ഛനെ പ്രസംഗിക്കാൻ കയറ്റി. അങ്ങനെ 5 മിനിറ്റ് പ്രസംഗിക്കേണ്ട കൊച്ചച്ഛൻ
ഒരു 15-20 മിനിറ്റ് അങ്ങ് പ്രസംഗിച്ചു. എന്നിട്ട് തിരിച്ച് വന്ന് വികാരിച്ചനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം അച്ചോ? ഉടനെ വികാരിച്ചൻ പറഞ്ഞു, കൊച്ചച്ഛൻ പ്രസംഗിച്ചത് യേശുക്രിസ്തു യെരൂശലേമിൽ വെടിയേറ്റ് മരിച്ചെന്നാണല്ലോ, അതാണോ ശരി? എന്ന് പറഞ്ഞ പോലെ എന്നോട് ഈ ഓണ സന്ദേശം പറയാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോൾ കൂടെ കൊണ്ടുവന്ന് ജെനി പറഞ്ഞു വല്ലതും ഒന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഓണ സന്ദേശത്തിന് പകരം ഞാൻ വല്ലതും ക്രിസ്മസ് സന്ദേശം പറഞ്ഞിട്ടു. അതുകൊണ്ട് ക്രിസ്മസ് സന്ദേശത്തിന് പകരം ന്യായമായിട്ടുള്ള രീതിയിൽ നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട കേരളത്തെക്കാളും കൂടുതൽ ഓണം കൂടുതൽ ആഘോഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇപ്പം ലെനയം പറഞ്ഞു ഒത്തിരി ഓണ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. ഞാനും ഇത് കഴിഞ്ഞ് ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ആഫ്രിക്കയിൽ ഐവറി കോസ്റ്റ്, ഘാന, നൈജീരിയ. അപ്പോൾ അവിടെയൊക്കെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളാണ്. ഈ ഓണം നിങ്ങൾക്കറിയാം അങ്ങ് ഡിസംബർ വരെപ്പോൾ പിന്നെ ക്രിസ്മസായി. കേരളത്തിൽ ഓണം ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു നിശാഗന്ധി സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ 1-2 ചെറിയ സംഭവങ്ങളായിട്ടും ഒതുങ്ങും. പക്ഷേ പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഈ ഓണത്തെ കാര്യമായി സ്നേഹിക്കുന്നത്. ഞാൻ ഈ ഗായക സംഘത്തിലൊക്കെ ആയിരുന്നപ്പോൾ എന്നോട് എൻ്റെ ചേട്ടൻ പറഞ്ഞു, എടാ നീ ഈ പാട്ടും ഗിത്താറും ഒക്കെ ആയിട്ട് നടന്ന രക്ഷയൊന്നുമില്ല, വല്ലതും പഠിച്ച് രക്ഷപ്പെട്ട്. അപ്പോൾ എന്നോട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. എസ് പി കോളേജിൽ പഠിക്കുമ്പോൾ. എസ് പി കോളേജിൽ പഠിച്ചവരൊക്കെ കാണുമല്ലോ ഇവിടെ ആരെങ്കിലും. എന്നെ അന്ന് അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റ്. ഞാൻ പറഞ്ഞ 78-83 കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ 3 അടങ്ങുന്ന ഗിറ്റാറിസ്റ്റുകൾ, ഞാനന്ന് ഡ്രമ്മറായിരുന്നു, വേറെ ആൾ ബേസ് ഗിറ്റാറിസ്റ്റ്. ബാക്കി 2 പേരും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ IIT പോയി. ഞാൻ മാത്രം ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ നിൻ്റെ ഗതി ഈ IIT പോയവരൊക്കെ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ല പെണ്ണുങ്ങളൊക്കെ കെട്ടി ആ കല്യാണത്തിന് നിന്നെ ഈ ചിരവടിക്കാൻ വിളിക്കും, നിനക്കൊരു 300 രൂപ തരും, അതാ നിൻ്റെ വിധി. അപ്പോൾ എനിക്കങ്ങ് വലിയ സങ്കടമായി. യുവമാരുടെ കല്യാണത്തിന് ഞാൻ ചിരവടിക്കുന്നു, ഇവർക്ക് എന്നെക്കാളും നല്ല പെണ്ണുങ്ങളെ കിട്ടുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഈ IITയിലും വലിയ എക്സാം വല്ലതും ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ ഒരെണ്ണമുണ്ട്, IAS. IAS? ഞാൻ SP കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നപ്പം കളക്ടറെ വിളിക്കാനായി ചെന്നു. കളക്ടറെ വിളിക്കാൻ ചെന്നപ്പോഴേ കളക്ടർ പറഞ്ഞു, കോളേജിലൊക്കെ കൊഴിമുട്ട ഏറാ, അതുകൊണ്ട് ഞാൻ വരത്തില്ല. അങ്ങനെ ആകെ IASനെ കണ്ടിട്ടുള്ള ഈ കളക്ടറെയാണ്. എനിക്കൊന്നും പറ്റത്തില്ല, നീ വാ എന്നും പറഞ്ഞ് എന്നെ ഡൽഹി കൊണ്ടുപോയി. ഡൽഹി കൊണ്ടുപോയപ്പം ഞാൻ ഈ ഗിത്താറൊക്കെ അടിച്ച് നടന്നവനായതുകൊണ്ട് എനിക്ക് പഠനത്തിലൊന്നും അത്ര മിടക്കില്ല. അപ്പോൾ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ സ്കൂട്ടറിലാണ് അവിടുത്തെ ലേ മെറിഡിയൻ ഹോട്ടലിൽ കൊണ്ടുപോയി. ഹോട്ടലിൽ ചെന്നപ്പം സ്കൂട്ടറൊക്കെ ഒത്തിരി മാറി വെച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു നല്ല കാറേ ഒരു നല്ല സുന്ദരിയായ ഒരു പെണ്ണിഞ്ഞ് ഇറങ്ങി വന്ന് അവിടെ ഒരു കോട്ടയിരിക്കുന്ന ഒരു പയ്യൻ്റെ ഒരു പൂ കൊടുത്തു. അപ്പം ഞാനിത് നോക്കിയപ്പോൾ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എടാ നിനക്കും ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ കിട്ടും, നീ IAS എടുത്താലും. അപ്പം ഞാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമാണോ? എടാ അവർക്ക് പറ്റുമെങ്കിൽ നിനക്കെന്തുകൊണ്ട് പറ്റില്ല? അങ്ങനെ ഞാനങ്ങനെ പഠിക്കാനിരിക്കുന്നു. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ IPS കിട്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, രാജ്യത്തിന് നന്മ ചെയ്യണം, സത്യസന്ധമായി പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഉടനെ ചൂടറിഞ്ഞു. ഒരു സ്ഥലത്ത് വരുത്തത്തില്ല, ട്രാൻസ്ഫർ. കാര്യം രാഷ്ട്രീയക്കാരന് അവരുടെ കാര്യങ്ങൾ നടന്നില്ല, ഒന്നും നടക്കില്ല. അങ്ങനെയൊക്കെ ഇടുക്കി ജില്ലയിൽ കഞ്ചാവ് വേട്ട നടത്തി, ചിലർക്കൊക്കെ അറിഞ്ഞു കാണും. 3 മാസം വരുന്നപ്പോഴേ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഞാൻ ഓർത്തത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പഠിച്ചുകൊണ്ടിരുന്നപ്പം. അങ്ങനെ അവിടുന്ന് ആ ദുഃഖത്തിൻ്റെ ഭാഗമായി ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് ധ്യാനം കൂടാൻ പോയി. അപ്പോൾ ധ്യാനം കൂടാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അവിടെ 300 രൂപ എന്നത്തെ ഫീസ്. സാറ് ഫീസൊന്നും തരണ്ട, സാർ ഒരു പാട്ട് ചെയ്ത് തന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വെസ്റ്റേണാ ജിമ്മി ഹെൻഡ്രിക്സും റോളിംഗ് സ്റ്റോൺസൊക്കെ അടിക്കുന്ന പാട്ടേ, നമുക്ക് നാടൻ പാട്ടുകളുമായിട്ട് അത്ര ബന്ധമില്ല. അത് സാരമില്ല, സാറങ്ങ് ശ്രമിച്ചാൽ നടക്കും. ഒരു ഗാനം ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിന് വേണ്ടി കോട്ട ആശ്രമത്തിൽ ചെയ്തു തരാൻ പറഞ്ഞു. 300 രൂപ തന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്ത ഗാനമാണ് രക്ഷക എൻ്റെ പാപഭാരമെല്ലാം മാറ്റണേ യേശുവേ എന്നുള്ള ഗാനം. അന്നത് എഴുതിയപ്പോൾ ഇതാരും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഓർത്തില്ല. പാട്ടൊക്കെ എഴുതി വന്നപ്പം ആരെ കൊണ്ട് പാടിക്കണം? ഇപ്പോൾ യേശുദാസിൻ്റെ പേര് വന്നു. അങ്ങനെ യേശുദാസിൻ്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചാൽ ഞാൻ ക്രൈംബ്രാഞ്ച് SP. ഹലോ ദാസേട്ടനല്ലേ? ക്രൈംബ്രാഞ്ച് SP എന്ന് കേട്ടപ്പോഴേ ദാസേട്ടനാകെ പേടി, എന്തെങ്കിലും കേസുണ്ടോ പ്രശ്നമുണ്ടോ? പുള്ളി അപ്പോഴേ കൈ ഒഴുകി. ഞാൻ തരങ്കണിയായിട്ട് എഗ്രിമെൻ്റ്, അതുകൊണ്ട് പുറത്ത് ആർക്കും പാടത്തില്ല. അങ്ങനെ കൈയോടെ കൈ ഒഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം തരങ്കണിയുടെ ഗാനം പാടാൻ ചെന്നപ്പോൾ ഞാൻ അന്ന് ആലുവ റൂറൽ SP. ഞാൻ അവിടെ ചെന്നപ്പം ഒരു യൂണിഫോം ചെന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ വരുന്നു. പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയപ്പോൾ ഞാൻ പറഞ്ഞു, ദാസേട്ടൻ ഈ പാട്ടൊന്ന് പാടി പറ്റുമോ? അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളാണോ? ഞാൻ തന്നെ. എന്നെ പഠിപ്പിക്കും.
പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ ഈ ട്രാക്ക് കിട്ടിയിട്ടുണ്ട്, അത് മതി. കാരണം യേശുദാസിനെ പാട്ട് പഠിപ്പിക്കാൻ നമ്മൾ വളർന്നിട്ടുണ്ട്. അങ്ങനെ യേശുദാസിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ ബൂത്തിലേക്ക് കയറിയിട്ട് ഈ രക്ഷക എന്നൊരൊറ്റ വിളിയൊക്കെ വിളിച്ചു. എൻ്റെയൊക്കെ രോമകൂപം അങ്ങ് പൊങ്ങി. അപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം ഇടയ വഴിയിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, നിങ്ങൾ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം പേര് കേട്ട് കാണും. അവിടെ ഞാൻ കമ്പോസ് ചെയ്തിട്ടിരിക്കുന്ന പോലെ അല്ല അദ്ദേഹം പാടിയത്. അപ്പം ഞാൻ ഒരു ഞെക്കൊക്കെ ഞെക്കി, ദാസേട്ടാ അവിടെ ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ഇട്ടിരുന്നത്, അങ്ങനെ ഒന്ന് നോക്കിക്കൂടെ? ഉടനെ പുള്ളി ഇതൊക്കെ എടുത്തു, എന്നാൽ പിന്നെ നിങ്ങളങ്ങ് പാടിക്കൂ എന്നും പറഞ്ഞ് പിണങ്ങി താഴെ വന്നിരുന്നു. ഞാനാകെ വല്ലാതായി, ഇനി ഇദ്ദേഹത്തെ കൊണ്ടെങ്ങനെ പാടിക്കുന്ന, ഒന്ന് പാടാൻ കയറി തന്നെ ബാക്കി. ഞാൻ അഭിപ്രായം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, സാറിന് എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് 24 വയസ്സുണ്ട്. സാറിനറിയോ, ഇതിലും പണ്ട് ഞാൻ പാട്ട് പാടി തുടങ്ങിയതാണ്. അന്ന് ഞാൻ ആദ്യം പാടുന്ന ട്രാക്ക് തന്നെ കറക്റ്റായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അവർ 10, 20, 30, 50 പ്രാവശ്യം പിന്നെയും പാടിക്കും. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനാം പ്രായമുള്ള അങ്ങും എന്നെ കൊണ്ടിങ്ങനെ പാടിപ്പിക്കുകയാണ്. ഈ ഗാനം നന്നാകണമെന്ന് അങ്ങേക്കാളും ആഗ്രഹമില്ല എൻ്റെ. അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം ദാസേട്ടാ, ഇനി ഒരിക്കലും കറക്ഷൻ പറയത്തില്ല. കറക്ഷനൊക്കെ പറഞ്ഞു, പക്ഷേ ഇതാണെന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം കയറി ആ ഗാനം അവിടെ പാടി. അതാണ് അനേകം ആൾക്കാരിൽ വളരെ സ്വീകാര്യമായി വന്ന ഗാനം. അതിനുശേഷം പറ്റിയതെന്താ, ആദ്യത്തെ പാട്ട് ഹിറ്റായപ്പോൾ അടുത്ത പാട്ട് ഹിറ്റാക്കണം. അപ്പോൾ അങ്ങനെയാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, അതുപോലെ തന്നെ ബലിയായി തിരുമുമ്പിൽ നൽകാൻ ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ്, ഞങ്ങളെ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിന്നുള്ള കമ്പോസിങ്. പകൽ സമയത്ത് പോലീസ് പണി, വീട്ടിൽ വന്നിരുന്ന് പിന്നെ സംഗീതം, എങ്ങനെ ഒക്കും? അങ്ങനെ ചെയ്തൊരു പാട്ടാണ്, നിങ്ങൾ ചിലർ കേട്ട് കാണും, പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോട് തുടങ്ങിയിടാൻ. അതെൻ്റെ വൈഫ് കൂടെ ഇരിക്കുമ്പോൾ ചെയ്തതാണ്. അതെനിക്കിട്ട് അറം പറ്റി. അവൾ 52ാമത്തെ വയസ്സിൽ മരിക്കുന്നു, എനിക്ക് 54 വയസ്സ്. അപ്പോൾ അവളുടെ ബോഡിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ അറിയാതെ ഈ ആംബുലൻസിൽ ആദ്യം വിടുന്ന പാട്ട് എന്നോടാണ്. അപ്പം ഞാൻ അന്ന് എഴുതിയതും സംഗീതം ചെയ്ത പാട്ട് ഇവൾ എന്നോട് ചോദിക്കുന്ന പോലെയായി. ഞാൻ പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാൻ ഇന്ന സ്ഥലത്തേക്കല്ലേ പോകുന്നത്. ദേഹമെന്നൊരു വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ, ഭൂമി എന്ന ഈ കൂട് വിട്ട് ഞാൻ സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ MG ശ്രീകുമാർ പറഞ്ഞു, എനിക്ക് തന്നെ പേടി വരുന്നു, ഞാൻ ഈ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പം അങ്ങനെ പാടിയ പാട്ടിൻ്റെ ഒരു അറം പറ്റിയ പോലത്തെ അവസ്ഥയിലാണ് അന്ന് എനിക്ക് തിരിച്ചു കൊണ്ടത്. പിന്നെ ഇത് ഒഫീഷ്യൽ ലൈഫിലും നന്മകളും തിന്മകളും തൽപ്പേരുകളും ദുഷ്പേരുകളൊക്കെ വന്നു, നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ 36 വർഷത്തിലെ സർവീസിന് ശേഷം DGP ആയി കേരള പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, സാറ് ഗായകനും ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ പോലീസിന് വേണ്ടി ഒരു ഗാനം ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം അന്നാണ് ലാസ്റ്റ് ഞങ്ങൾ യൂണിഫോം ഇടുന്നത്, എല്ലാം ഫുൾ ഡെക്കറേറ്റഡ്, ഫുൾ സംഭവം. ഒരു പരേഡുണ്ട്, ഒരു ഫെയർവെൽ പരേഡ്. ആ പരേഡിൽ എല്ലാവരെയും സാക്ഷ്യം നിർത്തി, 10,000 പോലീസുകാരെ സാക്ഷ്യം നിർത്തി, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം നൽകി, ഞാൻ തന്നെ പാടിയ ആ ഗാനം ഞാൻ നിങ്ങൾക്കായി ഒന്ന് പാടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നുമുണരുമാ നേരം ഇനിയുള്ള കാലം വിട ചൊല്ലുമീ ദിനം എന്നോടൊത്തുമാറും. ഈ വേഷമെന്നിതാ മാറ്റുന്നു ഞാനും, പടിയിറങ്ങുമ്പോൾ ആത്മാഭിമാനം മനസ്സിൽ തെളിയുമാവോരോ ഓർമ്മകൾ മറക്കുകില്ല ഞാനെന്നും എന്റെ ധീരനാം സേനയെ. വിട പറയാൻ വന്നു ഞാൻ മുൻപിൽ, വിട പറയാൻ കൂപ്പുകയോ
എന്റെ ജീവിതം ആകെ ദൈവത്തിൻ ദാനം. സഹയാത്രികർ നിങ്ങൾ എൻ കൂടെ നിന്നു. സംതൃപ്തിയോടിതാ പിരിയുന്നു ഞാനും. ഇന്നു പൂർണ്ണമാകുന്നിതാ ഉദ്യോഗ ജീവിതം. മനസ്സിൽ കനിയുമാ ഓരോ ഓർമ്മകൾ മറക്കുകയില്ല ഞാനെന്നും എന്റെ ധീരനാം സേനയെ. വിട പറയാൻ വന്നു ഞാൻ മുൻപിൽ. വിട പറയാൻ കൂപ്പുകയുമായി മനസ്സാകെ നിറഞ്ഞേകുന്നു. ഹൃദയത്താൽ ആശംസകൾ. വിട പറയാൻ വന്നു ഞാൻ മുൻപിൽ. വിട പറയാൻ കൂപ്പുകയുമായി മനസ്സാകെ നിറഞ്ഞേകുന്നു. സർ, ഒരുപാട് ആദരവോട് നന്ദി അറിയിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ തിരുവല്ല തിരുവോണം ഇരട്ടി മധുരമാക്കി തന്നു. ഒരുപാട് സന്തോഷം. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓണം എന്ന് പറയുമ്പോൾ മാവേലി ഇല്ലാതെ എന്തൊരു ഓണമല്ലേ. എവിടെ നമ്മുടെ മാവേലി ഒളിച്ചിരിക്കുകയാണല്ലോ. മാവേലിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. മാവേലിയുടെ ഒരു മാവേലി എല്ലാവരും ഒന്ന് ശരിക്കും കാണട്ടെ. The Rhythm of Leadership, Sri Tomin J. Tachongkuri, a journey as bold as it is melodious. A name that commanded respect across Kerala. As an Indian police service officer, Tomin J. Tachongkuri upheld law and order with fearless conviction and unshakable integrity. As chairman and managing director of KSRTC, he brought systems closer to the people. A visionary with feet on the ground, he redefined public transport with discipline and empathy. But leadership isn't always loud. It can be lyrical. Tomin J. Tachongkuri is also a gifted composer, a soulful lyricist, and a passionate producer. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. Creating music that resonates across hearts and generations. Today, his journey continues as an industrialist and chairman of Centrio Biofuels.
His mission? To empower a cleaner, greener India through innovation, ethics, and sustainable vision. From guarding lives to guarding the planet, his leadership has always followed one rhythm: service in every form. It's completely dedicated to you, sir. Thank you so much. So, അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് തിരുവല്ല UAE പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് രാജീവ് എബ്രഹാമിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാ നമ്മുടെ തിരുവല്ല പ്രവാസി കൂട്ടായ്മയുള്ള എല്ലാ നമ്മുടെ തിരുവല്ല പ്രവാസികളെയും ആദ്യമായി ഞാൻ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നമ്മളുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു തിരുവല്ല തിരുവോണം എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. പക്ഷേ നമ്മൾ അതെല്ലാം ഒന്ന് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ വേണം. നമ്മളൊരു ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പല രീതിയിലുള്ള നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം. അതൊക്കെ നമ്മൾ കവർ ചെയ്ത് വേണം പരസ്പരം ആ വിട്ടുവീഴ്ചയോടുകൂടി വേണം ഈ നമ്മുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ. നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഈ വോട്ട് ഓഫ് താങ്ക്സ് ഈ സമയത്ത് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം നമുക്ക് പല കാര്യത്തിനും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഒക്കെ ഉപദേശങ്ങളൊക്കെ തന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഓണ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികവും അല്ലാതുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നത് നമ്മുടെ തിരുവല്ലക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആത്മാർത്ഥയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. തീർച്ചയായും നമ്മുടെ ഓണാഘോഷ പരിപാടിയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ UAE അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ ഓണം 1, 2, 3 മാസമൊക്കെയാണ് നിൽക്കുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ആ ത്രില്ല് നമുക്ക് ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നത് സിനിമ ഇൻഡസ്ട്രിയിലെ ഇപ്പോൾ നല്ല ചോയ്സ്ഡായിട്ടുള്ള പാർട്ടെടുക്കുന്ന ഒരു നടിയാണ് ലെന. എന്നെ സംബന്ധിച്ച് ഈ ലെന എന്ന് പറയുന്ന ആക്ട്രസിനെ കാണുന്ന എൻ്റെ ചെറുപ്പകാലത്ത് സീരിയൽസിലാണ്. സീരിയൽസിൽ ഞാൻ പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ കാണുമ്പോൾ സീരിയൽസിലെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് മാത്രം വളരെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ആക്ടറാണ് ഞാൻ നോക്കിയെടുത്തോളം ഇന്ന് വരെയും ഞാൻ കാണുന്നത്. ഞാൻ ഈ അടുത്ത സമയങ്ങളിലൊന്നും ഞാൻ സിനിമ കാണാറില്ല. പക്ഷേ സീരിയലാണ് എന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. ആ ലെന എന്നുള്ള ആക്ട്രസിനെ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്കൊരു വേറിട്ട ഒരാളെ വേണം നമുക്ക് കണ്ടെത്താൻ. അപ്പം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ലെന മാഡത്തിനെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടെ ഇവിടെ കടന്നു വന്ന നമ്മുടെ ഫിലിം ആക്ട്രസ് ലെന മാഡത്തിന് തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ യാദൃശ്യമാണെങ്കിലും ടോമിൻ ജെ തച്ചങ്കരി സാറിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പം എൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ ഓർക്കുന്നത്. സാറ് പറയുന്ന ഒരു ബൈറ്റ് ഞാൻ കാണാനിടയായി. തിരുവല്ലയുടെ എൻ്റെ ജന്മനാടിൻ്റെ സമീപ പ്രദേശമായെന്നാണ് സാറന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ ഞാനിന്ന് ഓർക്കുകയായിരുന്നു, ഞാൻ 30 വർഷത്തിന് മുമ്പേ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ സാറ് സെക്കൻഡ് പോസ്റ്റിംഗ്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രമാദമായിട്ടുള്ള ഒരു കൊലക്കേസ്, അതായത് ഇടുക്കി തങ്കമണി കൊലക്കേസ്, ആ സമയത്താണ് സാറിൻ്റെ ഒരു എൻട്രി ഇൻ പോലീസിലുണ്ടാകുന്ന ഒരു ടേക്ക് ഓഫ് ഉണ്ടാകുന്നത്. ആ സമയത്ത് സാറ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു DYSP ആയിരുന്നു, അല്ല കറക്റ്റ്? യെസ്, ഓക്കെ. ആ സമയത്താണ് ഞാൻ എൻ്റെ പള്ളിയിലെ
ഒരു കരോൾ പ്രോഗ്രാമിന് സാറിനെ ക്ഷണിക്കാനായിട്ട് പോയി. ഞാൻ പല സോഴ്സിൽ കൂടാണ് സാറിൻ്റെ അവിടെ എത്തിയത്. പല കണക്ഷനിൽ പിടിച്ചു പോയി. പക്ഷേ സാർ ചങ്ങനാശ്ശേരി എസ് എച്ച് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് സാറിൻ്റെ വീട്. ഞാൻ രാവിലെ 6 മണിക്ക് ഞാനും വേറെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ ബൈക്കിൽ അവിടെ ചെന്നു. സാറ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളോട് പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞങ്ങളുടെ കാരക്കൽ പ്രദേശത്ത് അപ്പോഴും സാറ് വരുമ്പോൾ സാറിനൊരു ലിങ്ക് അവിടെ കാരക്കൽ പ്രദേശത്തുണ്ട്. സാറിൻ്റെ അമ്മയുടെ അമ്മ വീട് കോഴിമണ്ഡലാണ്. സാർ അത് ഇന്നിവിടെ പറഞ്ഞില്ല, പക്ഷേ അന്ന് സാർ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് മുതൽ ഞാൻ സാറിനെ എനിക്കറിയാം. ഇത്ര ഒരു ഭവ്യതയോടുകൂടി ഞാൻ പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറെ ലെവലിലാണ് നമ്മൾ കാണുക. എന്നാൽ എല്ലാവരോടും ഇഴകിച്ചേർന്ന് ഒരു പ്രവർത്തിക്കുന്ന നല്ലൊരു കരിയർ ഉണ്ടായിരുന്ന, നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു DGP ലെവലിലേക്കൊക്കെ എത്തിപ്പോയ നമ്മുടെ സാറിനെ, പ്രത്യേകിച്ച് കലാരംഗത്ത് ധാരാളം കാസറ്റ്സുകൾ എഴുതി. വചനമാണ് സാറിൻ്റെ ഫസ്റ്റ് ഓഫ് എൻട്രി. അതിൽ കൂടെ ഉണ്ടായിരുന്ന രക്ഷക എൻ്റെ പാപഭാരം തീർക്കണമേ എന്നുള്ള ആ ഗാനം, അങ്ങനെയുള്ള ധാരാളം. ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കാണിച്ച് സാറിൻ്റെ റിട്ടയർഡ് സമയത്തിൽ സാർ ഇറക്കിയിരിക്കുന്ന ഈ കാസറ്റ്സ്, ഇതൊക്കെ നോക്കുമ്പോൾ സാർ തീർച്ചയായിട്ടും സാറ് നമ്മുടെ കേരളത്തിന് അഭിമാനമാണ്, നമ്മുടെ മലയാളികൾക്ക് അഭിമാനമാണ്. സാറ് ഡേ ആഫ്റ്റർ 2 days ബിഫോറാണ് സാറിൻ്റെ കാര്യം സാർ ഇവിടെ ഇന്നിങ്ങനെ വരുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റെനിച്ചായനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ കണക്ട് ചെയ്ത് തന്ന്. റെനിച്ചായൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവല്ലയിലുള്ള നമ്മുടെ ഇതൊരു സ്പോൺസർ തന്നെയാണ്. റെനിച്ചായൻ ത്രൂവിലാണ് സാർ ഇവിടെ എത്തിയത്. ഞങ്ങൾ ഇന്നലെ വിളിക്കുമ്പോൾ സാർ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് സാർ ലാൻഡ് ആയത്. അപ്പോൾ സാർ പറഞ്ഞു ഏതായാലും നിങ്ങളുടെ പ്രോഗ്രാമിന് വന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഇന്നിവിടെ കടന്നു വന്നു. സാറിനെ എൻ്റെ ആത്മാർത്ഥമായുള്ള പേരിലും തിരുവല്ല ഞങ്ങളുടെ നിവാസികളുടെ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നെ ഇനിയും ഓരോരുത്തരും നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നവരെയാണ്. പ്രത്യേകിച്ച് തിരുവല്ലയുടെ തിലകക്കുറി എന്നറിയപ്പെടുന്ന വിജയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ വിജയൻ സാറിൻ്റെ ഈ നമ്മുടെ തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ കാര്യം പറയുമ്പം അന്നേ എന്നോട് പറഞ്ഞതാണ്, നമ്മൾക്ക് ഇത് തുടങ്ങി വെക്കണം, നല്ലൊരു ഓണം നമുക്ക് കൊണ്ടാടണമെന്ന് പറഞ്ഞു. അന്നേ സാറ് എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ ഈ തിരുവോണം ആദ്യമായി നടക്കുമ്പോൾ എൻ്റെ വകയായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് എന്ന്. അതുകൊണ്ട് നമ്മുടെ മെയിൻ സ്പോൺസറായിട്ട് ഇന്നിവിടെ ഉള്ളത് നമ്മുടെ തിരുവല്ലയിലെ വിജയ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഒരു തിലകക്കുറിയാണ്. ഇന്നലെ പോലും നമ്മുടെ ചീഫ് മിനിസ്റ്റർ അവിടെ, ഇന്ന് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ എലിപ്പാടുള്ള ഒരേ ഒരു കൺവെൻഷൻ സെൻ്ററാണ് വിജയ കൺവെൻഷൻ സെൻറ്റർ. ഇന്നലെ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എന്നോട് പറഞ്ഞു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ഇന്നിവിടെ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇന്നലെ രാവിലെ അദ്ദേഹം അവിടുന്ന് വന്നു, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ശബരിമലയിൽ ഒരു നമ്മുടെ മകരവിളക്ക് നടക്കുന്ന പമ്പയിൽ അവിടെയുള്ള ചാരിറ്റി പ്രവർത്തനം അടുത്ത 2-3 മാസത്തിന് ശേഷം ഒരു പുതിയൊരു പ്രോജക്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ തിരുവല്ലയിൽ നടക്കുന്നു. അത് സ്വാതന്ത്ര്യം വിജയതീരം എന്നറിയപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം തന്നെ സാറ് അവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇനാഗുറേഷൻ 2 മാസം കഴിഞ്ഞാണ്. സാറ് നമുക്ക് തരുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ, ഉപദേശങ്ങൾ തീർത്തും ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും. സാറിനെ എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നമ്മുടെ തിരുവല്ല നിവാസികളുടെ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്പോൺസർ ചെയ്തു തന്ന നമ്മുടെ അടുത്തതായിട്ടുള്ളത് സെലക്റ്റഡ് അലൂമിനിയം കോൺട്രാക്റ്റിംഗ് കമ്പനി. അദ്ദേഹം നമ്മുടെ ഇതിൻ്റെ ഒരു ജനറൽ കൺവീനറും കൂടെയാണ് കൊച്ചുമോൻ. ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതലേ നമ്മളുടെ കൂടെ നിന്ന് ഇത് ബാലാരിഷ്ടതയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്ന കൊച്ചുമോനാണ്. പല കാര്യങ്ങളിലും സാമ്പത്തികമാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ എല്ലാ രീതിയിലും ഉള്ളത് ചെയ്തു തരുന്ന കൊച്ചുമോന് നമ്മുടെ തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ നാമത്തിലും
കൊച്ചുമോൻ്റെ സ്ഥാപനമായിട്ടുള്ള സെലക്ട് അലൂമിനിയം ആ കമ്പനിക്കും തിരുവല്ല പ്രവാസികളുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾക്ക് ഇന്ന് ഭക്ഷണം ഓണ ആഘോഷത്തിൻ്റെ പരമായിട്ടുള്ള ഓണ സദ്യ ഒരുക്കി തരുന്നത് നമ്മുടെ തിരുവല്ല നിവാസിയായിട്ടുള്ള തറവാട് റെസ്റ്റോറൻ്റാണ്. തറവാട് ബിജു ഇന്ന് സത്യത്തിങ്കിൽ ഇന്ന് ഹോളണ്ടിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അദ്ദേഹവും നമ്മുടെ ഒരു കീ സ്പോൺസറാണ്. അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന JD അഡ്വർടൈസിംഗ് കമ്പനിയുടെ ഓണർ മിസ്റ്റർ ജേക്കബ് എൻ്റെ സഹപാഠിയാണ്, എൻ്റെ അയൽവാസിയാണ്. ഞാൻ ജേക്കബിനോട് പറഞ്ഞപ്പോഴും ജേക്കബ് പറഞ്ഞു, രാജീവേ ഇത് തുടങ്ങ്, നമുക്ക് ഏതായാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, നമുക്ക് തീർച്ചയായിട്ടും തോളോട് ചേർന്ന് നിന്ന് വേണം നമുക്ക് പ്രവർത്തിക്കാൻ. എന്നും ജേക്കബ്, ഞാൻ ഒരു 20 വർഷത്തിന് മുമ്പേ ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും ജേക്കബ് ഒന്ന് സഹകരിക്കാറുണ്ട്. ജേക്കബ് ഇന്നിവിടെ നമ്മുടെ സന്നിധിയിൽ ഉണ്ട്. അപ്പം ജേക്കബിനും തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ പേരിലും വ്യക്തിപരമായിട്ടുള്ള നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾക്ക് പുറത്തുള്ള സ്പോൺസേഴ്സൊക്കെ വളരെ കുറവാണ്. എന്നാൽ നമുക്കിപ്രാവശ്യം നമ്മളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മലബാർ ഗോൾഡുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ മലബാർ ഗോൾഡ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്ന് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ള രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ തരാൻ പറ്റുകയില്ല, നമുക്ക് വളരെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ആ റിക്വസ്റ്റ് സ്വീകരിച്ച് അവർ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. അത് അശ്വിൻ, മാർക്കറ്റിംഗ് മാനേജർ അശ്വിനാണ് ഉള്ളത്. അശ്വിൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മലബാർ ഗോൾഡിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വേറെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവുമെന്നറിയാം. എങ്കിലും നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തന്ന പ്രത്യേകിച്ച് ഈ കമ്മിറ്റിക്കാരുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തന്ന ഈ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെയൊക്കെ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്, ഒരാളെ മാറ്റി നിർത്തി പറയുന്നതല്ല. പക്ഷേ അത് നമുക്ക് പ്രോഗ്രാംസിൻ്റെ ചാർട്ടിങ് ഒത്തിരി ഉണ്ട്. പലരും തന്നെ എന്നെ ഇങ്ങനെ കൈ കാണിക്കുന്നു മതി എന്ന്. പക്ഷേ നമുക്കതല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹവും നിങ്ങൾ വന്നതിനും നിങ്ങൾ തന്ന കൈത്താങ്ങലിനും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ ഞാൻ തിരുവല്ല പ്രവാസി കൂട്ടായ്മയുടെ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തീർച്ചയായിട്ടും നമ്മളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ബിസിനസ് സെഷനുണ്ട്. ആ സമയത്ത് നമ്മളുടെ തിരുവല്ലയുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ കൂടി വന്നിരിക്കുന്ന ഏവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്.